എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. നമ്മുടെ വീട്ടില് നിത്യമുള്ള കാര്യങ്ങൾ മാത്രം മതിയാകും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആവിപ്പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ അരമുറി നാളികേരം തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. നാളികേരം തിരുമ്മി എടുത്തപ്പോ ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നാളികേരം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ അളവില് നല്ല ജീരകം, 5 ഏലക്ക ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നാളികേരം ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ചതച്ച നാളികേരം പാനിലേക്കൊന്ന് മാറ്റാം. നാളികേരം മുഴുവനും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവിനേക്കാളും ഒരു 1/2 കപ്പ് വെള്ളമാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പലഹാരം തയ്യാറാക്കാനുള്ള പൊടി എടുത്തു വെക്കാം. ഇപ്പോ നല്ലോണം തന്നെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവി പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന നൈസ് വറുത്ത അരിപ്പൊടിയാണ്. ഇനി നമുക്ക് ഈ വറുത്ത അരിപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള നാളികേര വെള്ളം ഈ ഒരു പൊടിയിലേക്ക് ചേർക്കാം. ഇനി ചൂടോടുകൂടി തന്നെ പൊടി നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചെടുത്താൽ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോ നമ്മുടെ പൊടി ഞാനിവിടെ നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടിക്ക് നല്ല ചൂടായിരിക്കും. ഈ ഒരു ചൂടൊന്ന് ആറി കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിയിലേക്ക് നമുക്കൊരു കാര്യം കൂടെ ചേർക്കാം. 2 നല്ലപോലെ പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് പൊടിയിലേക്ക് ചേർക്കാം. പഴുത്തിട്ടുള്ള പഴമായതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ പഴം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പൊടിയും പഴവും കൂടെ ചേർത്ത് ഒന്നുകൂടെ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മാവിലേക്ക് പഴം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഈ ഒരു രീതിയിലാണ് പഴം ചേർത്തിട്ടുള്ളത്. അതുപോലെ ഞാനിതിലേക്ക് ഇപ്പോ മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മധുരമൊക്കെ ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ മധുരം ചേർത്ത് പൊടി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിവിടെ ഇന്നത്തെ നമ്മുടെ ആവിപ്പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ പഴം കൂടി ചേർത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നനച്ചതിന് ശേഷം എല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഏറ്റവും എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഒരു ദിവസമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് പഴമൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം. ആ പഴത്തിന്റെ ആ ഒരു മധുരം എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് അമർത്തി കുഴച്ചെടുക്കുന്നത്. ഒരുപാട് നേരമൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട. ചെറിയ ചെറിയ പഴങ്ങൾ മാത്രം ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതിയാകും. വീണ്ടും കൈകൊണ്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടിയൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ പൊടിയെടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം ഉരുട്ടി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പൊടി കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കറുത്തുപോയ പഴമൊക്കെ ആരും വെറുതെ ഒന്നും കളയണ്ട. ഈ ഒരു രീതിയിൽ പലഹാരമൊക്കെ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് കഴിപ്പിക്കുക കേട്ടോ. അവര് വേണ്ടെന്നൊക്കെ പറയും. നമ്മളൊന്ന് നിർബന്ധിച്ച് അവരെ സ്നേഹത്തോടൊക്കെ പറഞ്ഞ് കഴിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്കിതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പലഹാരം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ആവി പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. ആവിപ്പലഹാരം വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓരോ പലഹാരവും നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. നല്ലോണം ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ആവി കയറി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ആവി പലഹാരം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പലഹാരം ഒന്ന് വെന്തിട്ടുണ്ടോ എന്നും കൂടി നോക്കാം. നല്ലതുപോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം തണുത്ത് വരുമ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ പലഹാരത്തിന്റെ ചൂടൊക്കെ ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ പലഹാരം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാകും. അവർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടി ചേർത്തിട്ട് വേണം ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.